ചെമ്പട്ടു ചുറ്റിയ ചിക്കരക്കുട്ടികളാണ് ആലപ്പുഴ കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ പ്രധാന ആകർഷണം. 21 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമാകാൻ എത്തിയതാണ് ഈ കുരുന്നുകൾ. പുഴുക്ക് നിവേദ്യം അർപ്പിക്കാനും ഭക്തജനങ്ങളുടെ തിരക്കാണ്. വിശ്വാസവും മിത്തും ഇഴചേർന്ന് കിടക്കുന്ന ക്ഷേത്രത്തിന്റെ ചരിത്രം കണ്ടുവരാം. താന്ത്രിക അനുഷ്ഠാനത്തോടൊപ്പം പൂർവ്വ ആചാരങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രം. വർഷത്തിൽ മിക്ക ദിവസവും ഉത്സവ സമാനമാണ് ക്ഷേത്രാങ്കണം. ഈ മാസം 16 വരെ നീണ്ടു നിൽക്കുന്ന 21 ദിവസത്തെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തരാണ് ദിവസേന ക്ഷേത്രത്തിലെത്തുന്നത്. ചിക്കരക്കുട്ടികളെ അതുപോലെ കുഞ്ഞുകുട്ടികളെയെല്ലാം അമ്മ എടുത്ത് താലോലിക്കുന്ന, കൂത്താടിയുടെ വേഷത്തിൽ അമ്മ താലോലിക്കുന്ന ഭാവമാണ് ഇവിടുത്തെ അരിക്കൂത്ത് വഴിപാട്. ആയിരങ്ങളാണ് ഇവിടെ ദീപക്കാഴ്ച. അതായത് 100 തിരി എടുക്കുന്നവരുണ്ടാവും, 1000 തിരി കത്തിച്ച് പിടിക്കുന്നവരുണ്ടാവും, 11 തിരി പിടിക്കുന്നവരുണ്ടാവും. അത് ലോകത്തിൽ ഒരിടത്തിലും കാണാത്ത ഒരു ചടങ്ങാണ്. ചിക്കരക്കുട്ടികളാണ് ക്ഷേത്രത്തിലെ ഉത്സവ ദിനങ്ങളിലെ പ്രധാന ആകർഷണം. കുട്ടികൾ ക്ഷേത്രത്തിൽ താമസിച്ച് ഉത്സവ ചടങ്ങുകളിൽ സാക്ഷിയാകുന്ന ഈ വഴിപാട് അമ്മമാർ നേരുന്നതാണ്. സന്താന ലബ്ധിക്കും ബാലാരിഷ്ടതകൾ മാറാനുമുള്ള വഴിപാടാണ് ഇത്. അരയിലും തലയിലും ചുവന്ന പട്ട് ചുറ്റിക്കഴിഞ്ഞാൽ കുട്ടികളെ ദേവീ സമമായി കണ്ടാണ് വിശ്വാസികൾ ആരാധിക്കുന്നത്. ചിക്കരക്കുട്ടികൾ ഉത്സവ ദിനങ്ങളിൽ ക്ഷേത്ര പരിസരത്ത് തന്നെ താമസിക്കണമെന്ന നിയമമുണ്ട്. കുട്ടികൾ താമസിക്കുന്ന സ്ഥലമാണ് ചിക്കരക്കൊട്ടിൽ. വർഷത്തിൽ മുഴുവൻ ദിവസവും കണിച്ചുകുളങ്ങര ദേവിക്ക് നേരിട്ട് സമർപ്പിക്കുന്ന നിവേദ്യമാണ് പുഴുക്ക്. പ്രത്യേക അടുപ്പൊരുക്കി പ്രാർത്ഥനയും സമർപ്പണവുമായി പതിനായിരങ്ങൾ പുഴുക്ക് വഴിപാടിനായും ക്ഷേത്രത്തിലെത്തും. കണിച്ചുകുളങ്ങരയും കണ്ടമംഗലവും കൊടുങ്ങല്ലൂരും ഒരേ കാലഘട്ടത്തിൽ രൂപമെടുത്ത ക്ഷേത്രങ്ങളായിരുന്നുവെന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ ദേവിയെ ഒരു ബ്രാഹ്മണൻ ഇവിടെ കുടിയിരുത്തിയതായാണ് ഐതിഹ്യം. ഈ പ്രദേശം പണ്ട് കടലായിരുന്നുവെന്നും വിശ്വാസമുണ്ട്. നാൾ നീണ്ടു നിൽക്കുന്ന കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവം. ഉത്സവത്തിന്റെ ഭാഗമാകാൻ തലയിലും അരയിലും ചെമ്പട്ടു ചുറ്റിയ ചിക്കരക്കുട്ടികൾ എത്തിയിട്ടുണ്ട്. ആ കാഴ്ച തന്നെ ഒന്ന് വേറിട്ടതാണ്. ക്യാമറമാൻ ദീപക് ജേക്കബിനൊപ്പം അമൽ സുരേന്ദ്രൻ, ന്യൂസ് മലയാളം, ആലപ്പുഴ.